ജന്മന ഓട്ടിസം ബാധിച്ച കൊല്ലം അയത്തിൽ സ്വദേശി അശോകൻ ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനും വേണ്ടി നിങ്ങളുടെ മുന്നിൽ യാചിക്കുകയാണ്. ജന്മന ഓട്ടിസം ബാധിച്ച അശോകനെ സംരക്ഷിക്കുന്നത് അശോകന്റെ അനുജനായ സുദർശനനും ഭാര്യയുമാണ്. കൂലിവേലക്കാരനായ സുദർശനന് ഭാര്യയും 2 കുഞ്ഞുമക്കളുമാണുള്ളത്. മാസത്തിൽ 5-6 ദിവസം മാത്രമേ ജോലി ഉണ്ടാകൂ. അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം തന്റെ കുഞ്ഞുമക്കളെ സംരക്ഷിക്കാൻ പോലും തികയാറില്ലെന്ന് സുദർശനൻ പറയുന്നു. അശോകനും അശോകന്റെ മറ്റൊരു സഹോദരനും ജന്മന ഓട്ടിസം ബാധിച്ചവരാണ്. ഇവരുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ പോലും ഇപ്പോൾ സുദർശനനും കുടുംബത്തിനും മാർഗമില്ലാതായിരിക്കുന്നു. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുൻപ് അശോകന് സ്ട്രോക്ക് വന്ന് സംസാരശേഷി നഷ്ടപ്പെടുകയും ശരീരം മുഴുവൻ തളർന്ന അവസ്ഥയിലുമായി. പരസഹായമില്ലാതെ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയും വേദന കൊണ്ട് പുളയുന്ന അവസ്ഥയുമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് അശോകൻ. മാസം 10,000-ലധികം രൂപയുടെ മരുന്ന് വേണമെന്നാണ് സുദർശനൻ പറയുന്നത്. തന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെ ആഹാരത്തിന് പോലും തികയാറില്ല എന്നാണ് സങ്കടത്തോടുകൂടി സുദർശനൻ പറയുന്നത്. ഇതുവരെ എങ്ങനെയെങ്കിലും ഓട്ടിസം ബാധിച്ച തന്റെ സഹോദരങ്ങളെ സംരക്ഷിച്ചു. എന്നാൽ ഇനി യാതൊരു നിവൃത്തിയുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ബാബു. എൻ്റെ അനിയനാണ് സുഖമില്ലാതിരിക്കുന്നത്. ഓട്ടിസം ബാധിച്ച് 4 മാസം കൊണ്ട് സ്ട്രോക്ക് വന്ന് കിടപ്പായിപ്പോയി. ശരീരം തളർന്ന് കിടക്കുകയാണ്. അയാൾക്ക് സഹായിക്കാൻ ആരുമില്ല. ഇങ്ങനെ മരുന്നൊക്കെ വാങ്ങിക്കുന്നതിന് 10,000 രൂപ വേണം. മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ്. ഒരു ട്രിപ്പ് പോകണമെങ്കിൽ തന്നെ 10,000 രൂപ വേണം. വളരെ ബുദ്ധിമുട്ടിയാണ്. ആരെങ്കിലും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. എന്റെ പേര് ശോഭന. എന്റെ ഭർത്താവിന്റെ പേര് സുദർശനൻ. സുദർശൻ എന്ന ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാണ്. ഭർത്താവിന്റെ 2 സഹോദരങ്ങൾ സുഖമില്ല, ഓട്ടിസം ബാധിച്ചവരാണ് ജന്മനാലെ. ഇപ്പോൾ 4 മാസം കൊണ്ട് സ്ട്രോക്ക് വന്ന് സുഖമില്ലാതെ തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് കഴിയുകയാണ്. അതുകൊണ്ട് നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ഇത് 2 മക്കളുണ്ട്. അവരെ പഠിപ്പിക്കാനും ഇവരെ നോക്കുന്നതിനും ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത് കാണുന്ന നിങ്ങള് പിന്നെ ഇവർക്ക് ഒരു സഹായം നൽകണം. പിന്നെ ഇവരെ മരുന്നിനും നിത്യവൃത്തിക്കും എല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്.